എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യാത്ര നിങ്ങൾക്കൊരു അത്ഭുത കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പലരും കണ്ടിട്ടുണ്ടാവാം, പലരും കേട്ടിട്ടുണ്ടാവാം, പക്ഷേ ഇന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കലശമല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് കുന്നംകുളത്തിനടുത്ത് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കലശമലയിലെത്താം. ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന് ചുറ്റുപറ്റിയിട്ടാണ് ഈ പറയുന്ന സ്ഥലം കിടക്കുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള സ്ഥലമാണ്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പരിസരത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരി കൈ പിടിക്കണം. അമ്പലത്തിൻ്റെ ചുറ്റുപാട് നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പാടുന്നില്ല. അതിനുശേഷം നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാം, കയ്യിൽ കരുതിയാലും മതി. ലോകത്തിൽ തന്നെ അവശേഷിക്കുന്ന കുളവെട്ടി മരങ്ങളിലെ ഒരു 75% മരങ്ങളുള്ളത് ഈ കലശമലയിലാണ്. അതായത് 200 മരങ്ങളാണ് ലോകത്തിൽ തന്നെ ഉള്ളത്. അതിൽ 110 മുകളിൽ മരങ്ങൾ, കുളവെട്ടി മരങ്ങൾ നമ്മുടെ ഈ കലശമലയിലാണ് ഉള്ളത്. ഈ പരന്നു കിടക്കുന്ന സ്ഥലത്താണ് നമ്മുടെ കുളവെട്ടി മരങ്ങളുള്ളത്. പക്ക ഒരു കാടിനകത്ത് പോയ ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ ചുറ്റുപാടുള്ളത്. കാരണം അത്രയധികം സംരക്ഷിത മേഖലയാണ് ഈ കാണുന്ന ഈ കുളവെട്ടി മരങ്ങളുള്ള സ്ഥലങ്ങൾ. വെള്ളത്തെ ശുദ്ധീകരിക്കാനും അതുപോലെ മണ്ണൊലിപ്പ് തടയാനും ഈ കുളവെട്ടി മരങ്ങൾ വളരെയധികം സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങോട്ട് എത്തിച്ചേരാൻ 2 വഴികളാണുള്ളത്. ഒന്ന് കാട്ടിലൂടെയുള്ള വഴിയും അതുപോലെ നമ്മൾ നേരത്തെ വന്ന അമ്പലത്തിൻ്റെ ആ വഴിയിലൂടെയും വരാം. കഴിയുന്ന അമ്പലത്തിൻ്റെ വഴിയിലൂടെ തന്നെ വരാൻ നോക്കുക. കാരണം ഒരുപാട് ഇഴജന്തുക്കളൊക്കെ ഈ പ്രദേശത്തുണ്ട്. കാരണം അധികം ആളുകൾ വരാത്തൊരു സ്ഥലമായതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇവിടെ വരാൻ. അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. കാഴ്ചകൾ കാണാൻ നമ്മുടെ കൂടെ കൂടിക്കോ. ബൈ.